വടി വിഴുങ്ങിയ പോലെ അണ്ടി കളഞ്ഞ അണ്ണാൻ കുരങ്ങ് ഇഞ്ചി കടിച്ച മുഖവുമായി നിൽക്കുന്നു. പിന്നെ പുഴുങ്ങിയ ചേമ്പ് വിഴുങ്ങിയ പോലെ. അപ്പോൾ ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. ആളുകൾ ആപ്പാടെ വിഷമഘട്ടത്തിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയെപ്പറ്റി വർണ്ണിക്കുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ കാണണമെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഞാനും അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, നാട്ടിൽ വന്നു ഒന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോഴുള്ള സർവമാന വിമാനങ്ങളും ക്യാൻസലാക്കിയിരിക്കുന്നു. ഇനിയിപ്പം നേരിട്ട് ന്യൂയോർക്കിലേക്ക് വരണമെങ്കിൽ 31-ാം തീയതിയുള്ളൂ അടുത്ത ഫ്ലൈറ്റ്. പിന്നെ ബോസ്റ്റൺ വഴി 28-ാം തീയതി ഒരു ഫ്ലൈറ്റിന് വല്ലവിധേനയും ടിക്കറ്റ് തരപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവിടുന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ സാരമില്ല, ഇത്രയേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഈ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ആ മേഖലയിലെ ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. നമ്മുടെ വീടും ഒക്കെ, അതായത് കനത്ത സ്നോ വരുന്നു. ഇതുവരെ ഈ അടുത്ത കാലത്ത് ഒരു 30 വർഷത്തിനിടയിൽ ഉണ്ടായ ഇത്രയും വലിയൊരു സ്നോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 96-ൽ ഇതുപോലൊരു സ്നോ ഉണ്ടായത് ഓർക്കുന്നു. അന്ന് സബ്വേ പോലും, ന്യൂയോർക്ക് സിറ്റിയിൽ സബ്വേ പോലും ഓടിയില്ല. സിറ്റിയിലൊന്നും ജോലിക്ക് പോകാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞില്ല. അത്രയൊരവസ്ഥ. ഇപ്പം അതിലും ഭയാനകമായ അവസ്ഥയാണ് ഇപ്രാവശ്യം വരുന്നതെന്നാണ് പറയുന്നത്. കടുത്ത തണുപ്പ്, ഇപ്പം തന്നെ കടുത്ത തണുപ്പാണ്, മൈനസ് ആണ്. അവിടെ 5 ഡിഗ്രി എന്നൊക്കെ പറയുമ്പം ഇവിടുത്തെ കണക്കിൽ, നാട്ടിലെ കണക്കിൽ -20 ഒക്കെയാണ്, -20 സെൻറ്റിഗ്രേഡ് ഒക്കെയാണ് ഇവിടുത്തെ കണക്കിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈനസ് ആ നിലവാരത്തിലൂടെയാണ് ഇപ്പം ന്യൂയോർക്ക് ആ മേഖലകളെല്ലാം കടന്നു പോകുന്നത്. ഇനി ഇതൊന്നുമില്ലാത്ത പൊതുവിൽ ചൂട് കാലാവസ്ഥയുള്ള ടെക്സസിലും ഒക്കെ കടുത്ത തണുപ്പാണെന്നാണ് പറയുന്നത്. അവിടെയും സ്നോ ഒക്കെ പെയ്യുന്നു, ടെക്സസിലും അതുപോലുള്ള സ്ഥലങ്ങളിലും. അപ്പോൾ പൊതുവിൽ അമേരിക്ക ഒരു അതിശൈത്യത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. ആകെയുള്ള ഒരു സമാധാനം നമ്മുടെ ഐസ്, അവർ മിനസോട്ടയിലും മറ്റും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ആളുകളെ ആക്രമിക്കുക, അല്ലെങ്കിൽ അവർക്ക് നേരെ വെടിവെക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. ആ ഒരു ചൂടൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രംഗവും അതിഭീകരമായ ഒരു തണുപ്പിലേക്ക് അമേരിക്ക കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അതിജീവിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വീട് ഹീറ്റ് ഒട്ടും കുറയ്ക്കരുത്. ഹീറ്റ് കൂട്ടിയിടുകയാണ് വേണ്ടത്. കാരണം ഹീറ്റ് കുറഞ്ഞു പോയാൽ പൈപ്പുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഹീറ്റ് കൂട്ടിയിടണം. പിന്നെ പൈപ്പിൽ ഓരോ തുള്ളി ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ, ഇറ്റിട്ട് വീഴുന്ന രീതിയിൽ പൈപ്പ് തുറന്നു വെക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. എനിക്കതിനെപ്പറ്റി അത്ര അറിഞ്ഞുകൂടെ എൻ്റെ ധാരണ. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഇലക്ട്രിസിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് അതിന് വേറെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇലക്ട്രിസിറ്റി ഒക്കെ ദീർഘനേരം പോയി കഴിഞ്ഞാൽ പൈപ്പൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രോപ്പർട്ടി, നമ്മുടെ വീടിന് തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. വെള്ളം നമുക്ക് പെട്ടെന്ന് അത് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, മെയിൻ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളം ഫ്ലഡ് ചെയ്യും, വീടിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്, ജോലിക്കൊക്കെ പോയി വരുന്നവർ സ്നോ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളോർക്കും ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകാം. ഇപ്പോൾ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ബഫലോയിൽ പാല് വാങ്ങിക്കാൻ പോയ ആളാണ്. പാല് വാങ്ങിക്കാൻ നമുക്കറിയാം, പാല് വാങ്ങാൻ അത്ര ദൂരെയൊന്നും അല്ലല്ലോ പോയിട്ട് പക്ഷേ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ആ കാറിലിരുന്ന് അയാൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊരു പെങ്കൊച്ച് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടുകാരെ വിളിച്ചു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സ്നോയിൽ. അപ്പം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കുട്ടി മരിച്ചിരിക്കുന്നു. അത് പ്രധാനമായിട്ടും വണ്ടി ഓൺ ചെയ്ത് കിടന്നിട്ട് കാർബൺ മോണോക്സൈഡോ വല്ലതും ശ്വസിച്ചാകാം അങ്ങനെ സംഭവിച്ചെന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പം ജോലിക്കൊക്കെ പോകുന്നവർ കഴിവതും ഈ കടുത്ത സ്നോയിൽ പറ്റുമെങ്കിൽ അവിടെ ജോലി സ്ഥലത്ത് തന്നെ തങ്ങുക. സ്നോ കഴിഞ്ഞിട്ട് മാത്രം, വഴിയൊക്കെ ശരിയായതിന് ശേഷം മാത്രം വീട്ടിലേക്ക് വരിക. നമ്മുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ട്, വീട്ടിൽ വന്നാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതിയാൽ അത് സാരമില്ല. ഒരു ദിവസം ഇത്തിരി സുഖമില്ലെങ്കിൽ കൂടി ആ ജോലി സ്ഥലത്ത് തന്നെ തുടർന്ന് ആ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ ഡ്രൈവ് ചെയ്യരുത്. നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കെടുതി നമുക്ക് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇങ്ങനെയൊന്നും നമ്മുടെ കേട്ടുകഴിവ് പോലും ഉള്ള കാര്യമല്ല. ഈ അടുത്ത കാലങ്ങളിലായിട്ട്, അടുത്ത വർഷങ്ങളിലായിട്ട് സ്നോ കുറഞ്ഞു വരികയായിരുന്നു. സ്നോ ഇല്ലല്ലോ എന്ന് നമ്മൾ ആഗ്രഹപ്പെട്ടിരുന്നു. സ്കീയിങ്ങിനൊന്നും ആളുകൾ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം എതിരായിട്ടാണ് ഇപ്രാവശ്യം സ്നോ ഇങ്ങോട്ട് വന്നു ചാടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം പ്രളയമുണ്ടായത്. ഇവിടെ വെള്ളം ഒലിച്ചു പോകാൻ സൗകര്യമില്ല. ഉള്ള പാടങ്ങളും എല്ലാം നികത്തി കെട്ടിടങ്ങളെല്ലാം വെച്ചു. എന്നിട്ട് വെള്ളം പോകാനിടയില്ലാതെ വെള്ളം അങ്ങ് പൊങ്ങി. അതിന് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരാണ് അതിൻ്റെ കുറ്റക്കാരെന്ന് അവരുടെ മേൽ കുറ്റം ചാർത്തുകയും ചെയ്തു. പക്ഷേ ഈ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ ഒട്ടും മറക്കുകയും ചെയ്തു. എന്തായാലും ഇതിപ്പം
പിന്നെ അമേരിക്കയിൽ ഇത് സംഭവിക്കുന്നത് നമ്മളാരും ചെയ്തതുകൊണ്ടല്ല, ആരുടെയെങ്കിലും പിന്നെ മനുഷ്യരുടെ കൈകാര്യം കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പ്രകൃതിയുടെ പ്രതിഭാസം എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്രാവശ്യവും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കരുതലുള്ളവരായിരിക്കുക. നമ്മുടെ വീട് സുരക്ഷിതമായിട്ട് നോക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. വീട്ടിൽ തന്നെ കഴിയുക. എന്തുകൊണ്ടും ഈ സ്നോ നമുക്കൊന്ന് ആസ്വദിച്ച് കളയാം. എന്തിനാണിപ്പം ഇത്രയും സ്നോയിൽ ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ പിന്നെ വേണ്ട എന്ന് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഞങ്ങളിവിടെ വടി വിഴുങ്ങുകയാണെങ്കിലും നാട്ടിലെ ഈ ചൂടിൽ അവിടെ കടുത്ത പിന്നെ തണുപ്പും പിന്നെ അതിശൈത്യമൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ കടുത്ത ചൂടും വെയിലത്തൊന്ന് കയറി നിന്നാൽ മതി, ഉടനെ വേർക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും ഞങ്ങളിവിടെ വടി വിഴുങ്ങുകയാണെങ്കിലും ഞങ്ങൾ പിന്നെ ഈ അങ്ങോട്ട് വരാൻ കഴിയാത്തവർ അങ്ങനെ കഴിയട്ടെ. അപ്പം നിങ്ങൾ സേഫായിട്ടിരിക്കണം. അതാണ് നമ്മുടെ കൺസേൺ. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരം എവിടെയാണെങ്കിലും മനസ്സവിടെ. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിരിക്കുക.